എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞ് തന്നൂടാ മിന്നൽ, എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞ് തന്നൂടാ മിന്നൽ. നീ ഒരു പോക്കുമായിട്ട് പിന്നെ കണ്ടില്ലല്ലേ? ഇനി എന്നാ ഇങ്ങോട്ട് വരുന്നത്? വന്നാലും അവിടെ ആ ആളുണ്ടല്ലോ, എറണാകുളത്തുണ്ടെങ്കിൽ എറണാകുളത്ത് വാ. നമസ്കാരം. CPIM അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, ആ പാർട്ടി ഉടലെടുക്കാൻ കാരണം EMSഉം KGA പോലുള്ള നേതാക്കന്മാരാണ്. വലതുപക്ഷത്തേക്ക് വ്യതിയാനം വന്നപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണം, ഇടതുപക്ഷമാണ് പ്രധാനം, പാവപ്പെട്ട കർഷകരുടെയും തൊഴിലാളികളുടെയും വികസനമാണ്, അവരുടെ വളർച്ചയാണ് ലക്ഷ്യം, പാവപ്പെട്ട പട്ടിണിപ്പാവങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പാർട്ടി ഉണ്ടാക്കിയത്. അവസാനം ഈ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ഏതാനും ചില ആളുകളുടെ കയ്യിലാണ്. പിണറായി എന്ന് പറയുന്ന മാഫിയ തലവൻ, അദ്ദേഹം ആരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില ഈ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഞാൻ പുറത്തുവിട്ടത്. കള്ളക്കടത്തും അതേപോലെ റിവേഴ്സ് ഹവാലയും അടക്കം ചെയ്ത് കോടിക്കണക്കിന് രൂപ വിദേശത്തെത്തിച്ച മഹാനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അങ്ങനെയുള്ള മുഖ്യമന്ത്രി വാണാരുളുന്ന നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന ആൾ P. ശശിയാണ്. P. ശശി ആരാണ്? കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ MLAയുടെ മകളെ കയറി പിടിച്ചതിൻ്റെ പേരിൽ പുറത്താക്കിയ ഒരാൾ. അദ്ദേഹത്തെ പിടിച്ചിട്ടാണ് സംസ്ഥാന പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത്. ഇവരുടെ കീഴിൽ എന്തായിരിക്കും കേരളത്തിൽ നടക്കുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന സ്ഥലത്തെ MLA മുകേഷിൻ്റെ സ്ഥിതി. മുകേഷ് ഒരു ആഭാസനും പെണ്ണുപിടുത്തക്കാരനുമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്നിരുന്നാലും ഇപ്പോൾ കൊല്ലം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊണ്ട് അവിടെ എങ്ങനെ പെണ്ണ് പിടിക്കാം, എങ്ങനെ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താം എന്നുള്ള ഒരു ചർച്ച നന്നാവും. അതിന് മുകേഷിൻ്റെ ചരിത്രം കൃത്യമായി പാഠമാകും. മുമ്പൊക്കെ ഇത്തരം ആളുകളെ കുറിച്ചൊരു ആക്ഷേപം വന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി പെണ്ണുപിടിയന്മാരുടെ ആശാനായതുകൊണ്ട്, പിണറായി വിജയൻ അഴിമതി നടത്തുന്ന രാജാവായതുകൊണ്ട്, കള്ളക്കടത്ത് രാജാവായതുകൊണ്ട്, മാഫിയ തലവനായതുകൊണ്ട് ചർച്ച അങ്ങനെ പോകാൻ പറ്റില്ല. എങ്ങനെ ഇനി തുടർന്നിട്ട് ഓരോ പാർട്ടി മെമ്പർമാർക്കും പെണ്ണ് പിടിക്കാം, എങ്ങനെ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താം എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ചയാവാം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. കാരണം കൊല്ലം MLA ഇന്ന് പ്രത്യക്ഷപ്പെട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ വന്നിട്ടുണ്ട്. എന്തിനാണ്? ഇത്തരം പെൺവാണിഭം നടത്തിയാലും പെണ്ണ് പിടിച്ചാലും പാർട്ടി സംരക്ഷിച്ചോളും. പാർട്ടിയുടെ പഴയ നയങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ പുതിയ നവ ലിബറൽ നയങ്ങളാണ് ഇതിനുള്ളത്. അന്താരാഷ്ട്ര ലെവലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് സംസ്ഥാന പാർട്ടി ഭാരവാഹികളായി വരേണ്ടത്, MLA ആവേണ്ടത്, MP ആവേണ്ടത്, മന്ത്രി ആവേണ്ടത്. അതുകൊണ്ട് എല്ലാവിധത്തിലും സ്വാഗതമാണ് ഇന്ന് മുകേഷ് എന്ന് പറയുന്ന കഴിഞ്ഞ തവണത്തെ MP ആയി മത്സരിച്ച് തൊപ്പിയിട്ട നമ്മുടെ മുകേഷിനുള്ളത്. ആ മുകേഷിൻ്റെ ചെറിയ ചരിത്രം അദ്ദേഹം നടത്തിയുള്ള ധീരമായ കൃത്യങ്ങൾ, പെൺകുട്ടികളെ വേട്ടയാടുന്നതിൽ ധീരകൃത്യങ്ങൾ നടത്തിയുള്ള അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പരാതി കൊടുക്കുകയും മുകേഷ് അറസ്റ്റിലാവുകയും ചെയ്തൊരു സംഭവമുണ്ട്. ആ ലേഡി പരസ്യമായി രംഗത്ത് വന്ന് പറയുന്ന വാക്കുകൾ, ഞാൻ എൻ്റെ വാക്കുകളായി പറയുന്നില്ല, നമ്മളെ അവിടെ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് വേണ്ടി അവിടെ എങ്ങനെ പെൺകുട്ടികൾ ഇതുപോലെ അങ്ങനെയൊക്കെ ആവണമെങ്കിൽ എന്തൊക്കെ പറയണം, മുകേഷ് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നമുക്ക് ആദ്യം കേൾക്കാം. മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പിടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നീ നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ? നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്കില്ലേ, ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ചു, നീ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി പോയി. ആ ഒരു വർത്തമാനം തരിച്ചിരുന്നു പോയി അങ്ങനെ കേട്ടപ്പോ തന്നെ. കേട്ടല്ലോ, ആ നടി, അതായത് ബലാത്സംഗ കേസിൽ പ്രതിയായതിന് കാരണമായിട്ടുള്ള നടി വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരു പെൺകുട്ടിയെ എങ്ങനെ, കാണാത്തൊരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടാൽ എങ്ങനെ കമ്പനി കൂടി അങ്ങനെ വലയിൽ വീഴ്ത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അശ്വതിയുമായിട്ടുള്ള സംഭാഷണം. അശ്വതി എന്ന ലേഡി പല ദിവസങ്ങളിൽ സംസാരിച്ചുള്ള നിരവധി സംഭാഷണങ്ങൾ എൻ്റെ കൈവശമുണ്ട്. ഇപ്പം പുറത്തുവിടാത്ത ചില സംഭാഷണങ്ങളുണ്ട്. ഇതേപോലെ ധാരാളം പെൺകുട്ടികളുമായിട്ടും വലയിൽ വീഴ്ത്തി സിനിമയിലുള്ളതും സിനിമയിലല്ലാത്തതുമായ ഒരു കൊല്ലം പബ്ലിഷ് ചെയ്താൽ പോലും തീരാത്തത്ര നമ്മളെ വീഡിയോകളും അതേപോലെ സംഭാഷണങ്ങളും എൻ്റെ കൈവശമുണ്ട്. എല്ലാം പബ്ലിഷ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഈ സമ്മേളനത്തിൽ
ഒരു കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഈ സമ്മേളനത്തിൽ ഉള്ള പ്രതിനിധികൾക്കായിട്ട് ഈ മുകേഷിൻ്റെ ധീരവീര പരാക്രമങ്ങൾ, വിപ്ലവപരമായ പെൺവേട്ടയെക്കുറിച്ച് ചർച്ച ചെയ്യാം നമുക്ക്. കാരണം ഇനിയുള്ള കാലം വിപ്ലവം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലാണ്. ആ ധീരനായ പെൺവേട്ടക്കാരൻ്റെ ധീരമായ കഥകൾ കേൾക്കണം. ഓരോ സംഭാഷണം. ആദ്യത്തെ സംഭാഷണം ഒന്ന് കേട്ട് നോക്കാം. ഹലോ, എപ്പോഴാ മുകേഷ് ചേട്ടൻ ഇന്നലെ രാത്രി വലിയ വിളിച്ചത്? അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ വേണ്ടിയുള്ള സമയം ആയില്ല. അല്ല, ഇന്നലെ രാത്രി വിളിച്ച ആ സമയത്ത് ഞാൻ ഉറങ്ങിയായിരുന്നു. ഇപ്പോഴും എവിടെ? ഹലോ, ഞാൻ കൊല്ലത്ത് വീട്ടില. നീ എവിടെയാണ്? ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് വരട്ടെ? എന്നടുത്ത് ഇപ്പൊ ആളിരിപ്പുണ്ട്. ഹലോ, ഉമിത ഒരു 10 മിനിറ്റ് വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ കേട്ടല്ലോ. ഈ രണ്ടാമത്തെ ഒന്ന് കേൾക്കാം. എന്തായി? ഞാൻ ഓഫീസിൽ. ഉച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ? ഉച്ചയ്ക്ക് ഇറങ്ങുന്ന കാര്യം പാടാണ്. ഞാൻ വിളിക്കുമ്പോഴേ ഇത് ഫ്രീ രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങാമെന്ന് വിളിച്ചാൽ ഞാൻ എന്തോ ചെയ്യുമെന്ന് പറയാം. ഇന്നലെ വൈകിട്ടെങ്കിലൊന്ന് പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും പറയാമായിരുന്നു. വൈകുന്നേരം ആവില്ലേ? 5:15 കഴിയാറാണ്. 5:15 ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഇന്നൊരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്തത്. ഇവിടെ ഉണ്ടെങ്കിൽ 5:15 കഴിഞ്ഞ് വിളിക്കാം. അല്ലെങ്കിൽ പിന്നെ മറ്റെപ്പോഴെങ്കിലും ആവട്ടെ കേട്ടോ. കേട്ടല്ലോ. നീ മൂന്നാമത്തെ ഒന്ന് കേൾക്കാം. മാറ്റിങ്ങനെ എങ്ങനെ തിരിച്ചു വരാൻ? നീ എന്തോ പറയുന്നത്? വണ്ടിക്കകത്തല്ലേ ഞാനിപ്പൊ തിരിച്ചു വരും മുകേഷ്. മാറ്റിങ്ങന്ന് ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. വന്നു നോക്ക്. അങ്ങനെ എത്രയ്ക്ക് നിനക്ക് ഒരു വിശ്വാസമുണ്ട്? ഞാൻ എന്തായാലും 7 മണി ഒക്കെ കഴിയും. വാച്ച്മാൻ അതൊക്കെ വാച്ച്മാൻ വരും. അതൊക്കെ നമ്മള് അതെല്ലാം നോക്കി 100 കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ഇപ്പൊ മണി എത്ര എന്നറിയാം? 4. എനിക്ക് തോന്നുന്നില്ല. ശ്രമിച്ചു നോക്ക്. കേട്ടല്ലോ. നാലാമത്തെ ഒന്ന് കേൾക്കാം. എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടല്ലേ തമ്മിൽ. നീ ഒരു പോക്കുമായിട്ട് പിന്നെ കണ്ടില്ലല്ലേ? ഇനി എന്താ ഇങ്ങോട്ട് വരുന്നത്? വന്നാലും അവിടെ ആ ആളുണ്ടല്ലോ, എറണാകുളത്തുണ്ടെങ്കിൽ എറണാകുളത്ത് വാ. കേട്ടല്ലോ. ഞാൻ അഞ്ചാമത്തത്. 2-3 ദിവസം തിരുവനന്തപുരത്ത് കാണും. തിരുവനന്തപുരത്തെ എനിക്ക് കുമാരൻ ഒരു വീടുണ്ട്. അവിടെയും എന്നെ കൂടെ താമസിക്കുന്നത്. അപ്പം നാളെ മുതൽ അവിടെ ആരും ഇല്ല. കുമാരപുരത്ത് പൊതുജനം ലൈൻ എന്ന് പറഞ്ഞിട്ട് അതായത് മറ്റേ ആ ദേവി സ്കാൻസ് ഒക്കെ ഇല്ല, അതൊക്കെ കഴിഞ്ഞ് കുമാരപുരം ജംഗ്ഷൻ അതായത് മനസ്സിലായി. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പോകുന്ന ആ ജംഗ്ഷനാണ് പൊതുജനം ലൈൻ. അവിടുന്ന് ഒരു 3 മിനിറ്റ്. ചേട്ടാ എന്നാ വരുന്നത്? ഞാൻ 10-11. അപ്പൊ വരുമ്പോ വിളി, അപ്പഴേ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. കേട്ടല്ലോ. ഞാൻ ആറാമത്തത്. എന്തോ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കിഫ്ബി ഇല്ലേ? കിഫ്ബി അറിയാമോ? കിഫ്ബിയിലൊരു ഇന്റർവ്യൂ കഴിഞ്ഞായിരുന്നു. ആർക്ക്? എനിക്ക്. ജോലി ഇല്ലയോ? അത് എനിക്ക് കിഫ്ബിയിലോട്ടൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. കേട്ടല്ലോ. ഇനി എങ്ങനെയാ ഇത്ര നീണ്ട ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്? ഇത്രയൊക്കെ പോരെ. എന്നിരുന്നാലും മുമ്പത്തെ ഭാര്യ സരിതയുടെ ഒരു കമന്റ് കൂടെ നമുക്ക് കേൾക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അതും കൂടെ കേൾക്കാം. എപ്പോഴെങ്കിലും വരും പോകും. And bringing women to my house, his
whoever he was connected with. He'll bring them home, drink and beat me up. What do you call this kind of person? കേട്ടല്ലോ. അതായത് ഭാര്യ ഉള്ളപ്പോൾ തന്നെ മറ്റു പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവിടെ അഴിഞ്ഞാടിയതിൻ്റെ ഞെട്ടിക്കുന്ന കഥയാണ് സ്വന്തം ഭാര്യ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളെ കൊല്ലത്ത് MLA ആക്കി വിജയിപ്പിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബലാത്സംഗ കേസിലെ പ്രതിയായി, അതുകൊണ്ട് പാർട്ടിയിൽ അംഗത്വത്തിനും അതേ മെമ്പർഷിപ്പിനുള്ള അംഗീകാരം കിട്ടിയിരിക്കുന്നു. ഇപ്പം ഏറ്റവും അധികം പ്രധാനം നടക്കുന്ന മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനം നടത്തുന്ന ആളുകളെയാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആൾ. ഇന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏരിയ സെക്രട്ടറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഇനി പാർട്ടി വേണ്ടത്. കാരണം കേരളത്തിൽ വരുന്ന മയക്കുമരുന്നിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഡോണായി ഇരിക്കുന്ന ഒരാളാണ്. അതേപോലെ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഇതിനെ പറ്റിയ ആളുകളെ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാനും കേരളത്തിൻ്റെ വികസന പാതയിലേക്ക് കൊണ്ടുവരാനും മുകേഷിനെ പോലുള്ള ആളുകൾ ആവശ്യമാണ്. അപ്പം ലാൽ സലാം. കാരണം സംസ്ഥാന സമ്മേളനം വൻ വിജയമായിരിക്കുന്നു. ഇതുപോലുള്ള വിജയപരമായ സമ്മേളനങ്ങൾ ഇനി അടുത്തുണ്ടാകുമോ, ഇനി തുറന്നുണ്ടാകുമോ, അതാണ് നമുക്കറിയേണ്ടത്. ഈ പുഴുത്തു നാറിയ പാർട്ടിയെ വേരോടെ പിഴുതെറിയാൻ നമ്മൾ ഒറ്റക്കെട്ടായി പരിശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാകും. ഇപ്പോൾ തന്നെ മയക്കുമരുന്നിൻ്റെ പിടിയിലമർന്നു, പെൺവേട്ടക്കാരുടെ പിടിയിലമർന്നു, സെക്സ് മാഫിയകൾ അഴിഞ്ഞാടുന്നു, അഴിമതിക്കാരഴിഞ്ഞാടുന്നു. കേരളം കടക്കണിയിലായാലും എല്ലാം ദാരിദ്ര്യത്തിൻ്റെ താഴേക്ക് പോകുന്നു. ആശാ വർക്കർമാർ സമരം ചെയ്യുന്ന ആര് മൈൻഡ് ചെയ്യാനാണ്? പോടേ എന്ന് പറയുന്ന സമീപനമാണ് നമ്മുടെ വീണ ജോർജിനും പിണറായിക്കുള്ളത്. 232 രൂപ ആണ് അവരുടെ ഒരു ദിവസ വരുമാനം. പിണറായിക്ക് ദിവസേന കിട്ടുന്ന എത്രയാണോ അറിയാമോ? 15,000 രൂപയും മേധയാണ്. കാരണം അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ചാർജ് മറ്റേ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമ്മൾ തല കറങ്ങിപ്പോവും. കൂടാതെ കമ്മീഷൻ 25,000. ഈ 8 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഞാൻ മുമ്പ് കേട്ടത് 25,000 കോടിയാണ്. അതിന് ശേഷം ഉണ്ടായ സമ്പാദ്യങ്ങളുടെ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. ഈ സമ്പാദ്യം UAE-യിലും അതേപോലെ വിദേശ അമേരിക്കയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ സുരക്ഷിതമായി നിക്ഷേപിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് കട്ടുമുടിച്ചൊക്കെ തന്നെ അവിടെ വിദേശത്ത് സുരക്ഷിതമായിരിക്കുന്നു. അതുകൊണ്ട് വിപ്ലവം വിജയിക്കട്ടെ എന്ന് പ്രത്യേക ആശംസ നൽകിക്കൊണ്ട് കൊല്ലം സമ്മേളനത്തിന് വിപ്ലവ അഭിവാദ്യങ്ങൾ.